കുഞ്ഞുജോ മിനസാൻ നാനോ മിഷന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 55ലേക്ക് അഥവാ ചാപ്റ്റർ 319ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞതുകൊണ്ടായിരുന്നു നാനോ മിഷൻ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ പെട്ടെന്ന് കോട്ടപ്പായത്. ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളായിരിക്കും നാനോ മിഷന്റെ എപ്പിസോഡ് നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അതേപോലെ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുറക്കാൻ നേരത്ത് ഗുൾവൂണോട്ടെ ആ ഒരു മാസീവ് ആൾ അറ്റാക്ക് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ നേരത്ത് നമ്മുടെ സാർ മാ പറയും ചെയ്യും, എന്റെ പ്രൊജക്ടൽ സോഡോറ ഇവിടെ വർക്ക് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നാൽ അടുത്ത നിമിഷമാണ് അവൻ ചെയ്ത ആ മാസീവ് ആൾ അറ്റാക്ക് എങ്ങോട്ടോ അങ്ങോട്ട് ഡിസ്പേഴ്സ് ആയി പോയത്. അവനും ഒന്ന് ഞെട്ടിത്തെറിച്ചുപോയി. ഈവൻ സാറുമായും ഡാൻജുച്ചിയനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അല്ല, എന്റെ ഫ്ലെയിംസ് എങ്ങോട്ടാണ് ഈ പോയത്? അതവർ കാരണമാണോ? നിങ്ങൾ എന്ത് ചെയ്താലും അതിവിടെ യൂസ്ലെസ് മാത്രമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരു മാസീവ് വളർന്ന് ക്രിയേറ്റ് ചെയ്തപ്പോഴാ അതും പെട്ടെന്ന് ഡിസ്പേഴ്സ് ആയി പോയി. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ച്. കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ സമയം ദൂരത്ത് ആ കാടിന്റെ ഉള്ളിൽ ഒരാൾ നിപ്പുണ്ടായിരുന്നു. ഇയാളെ കണ്ടപ്പോ ഡാൻജുജിയനും സാർമായ്ക്കും അത് ആരാണെന്ന് വ്യക്തമായി. കാര്യം അത് നമ്മുടെ ഇയോണായിരുന്നു. പെട്ടെന്നാണ് അവൻ പേടിച്ച് വിറക്കാനിട്ട് തുടങ്ങിയത്. അല്ല, ഈ ഒരു ഒമ്നിയസ് ഉള്ള ഫീലിംഗ് അതെന്താണ്? എന്റെ ശരീരം അടിമുടി വിറക്കുകയാണ്. അതിലുപരി ഈ ഒരു ഫീലിംഗ് എന്നെ നന്നായിട്ട്, ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൻ അടുത്ത സെക്കൻഡ് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പോയി. ഇതേ സമയം അവന്റെ പുറകെ ദ ഹെവൻലി ഡീമൺസോടും ചെല്ലുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതവിടെ സംഭവിച്ചു. അവൻ നോക്കാൻ നേരത്ത് അവന്റെ മുമ്പിൽ ഒരു വെട്ട് കാണാൻ സാധിക്കും. അവിടെയാട്ടെ സ്പേസ് തന്നെ മുറിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ വലിഞ്ഞ് കയറുന്ന പോലെ, ലിറ്ററലി അവിടെ ഉണ്ടായിരുന്ന വിൻഡൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറുന്ന പോലെ. അല്ല, ആ ഒരു ബ്ലാക്ക് ലൈൻ അതെന്താണ്? ചുറ്റിനുള്ള കാറ്റെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ്, അത് കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ തലയും ശരീരവും രണ്ടായിട്ട് പിളർന്ന് പോയത്. നമ്മുടെ ഇയോൺ ചിയോൺ ലിറ്ററലി സ്പേസിനെ തന്നെ അവിടെ മുറിച്ചു. പതുക്കെ അത് അടയാനായിട്ടും തുടങ്ങി. ഇത് കണ്ടോണ്ടിരുന്ന സാർമ ചോദിക്കുകയും ചെയ്യും, അല്ല, ഇവിടെ ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? അപ്പോഴേക്കും അവന്റെ ശവശരീരം നേരെ നിലത്തേക്ക് വന്ന് പതിച്ചു. ഇയോണോട്ടെ അവന്റെ സോഡിനെ തിരിച്ച് വിളിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഇയോൺ പറയുന്നത്, എന്റെ ദൈവമേ, ഞാൻ അവന്റെ കൈയും കാലും മുറിച്ചു മാറ്റാനാണ് നോക്കിയത്. പക്ഷേ പിന്നെ കാണിക്കുന്നത് ചങ്ബൈ മൗണ്ടന്റെ ആ ഒരു നോർത്ത് വെസ്റ്റ് പ്ലേസ് ആണ്. നമ്മുടെ സുപ്രീം സേബർ ഗോഡായിട്ട് അവൻ ഓടുകയായിരുന്നു. അതേമാട്ടെ പതുക്കെ റീജനറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത്ര എളുപ്പമല്ലായിരുന്നു. എന്തായാലും ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡാർക്ക് എനർജി കാരണം അദ്ദേഹത്തിന് അത്ര പ്രോപ്പർലി തന്നെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗുൾവൂൺ അവന് ശരിക്കും ലേറ്റ് ആയല്ലോ. ഓൾറെഡി 1 മണിക്കൂറോളം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ആ പുറകിലുണ്ടെന്ന ആ ഒരു എക്സ്പ്ലോഷൻ കാണാൻ സാധിക്കും. പെട്ടെന്നായിരുന്നു ആ ഒരു അറ്റാക്ക് അവിടെ വന്നത്. ഇയോൺ ചെയ്ത ആ ഒരു അറ്റാക്ക്. അടുത്ത സെക്കൻഡ് തന്നെ സുപ്രീം സേബർ ഗോഡ് നേരെ തിരിഞ്ഞു നോക്കി. നിക്കി, ഒരു നിമിഷം ഒന്ന് നിക്കി. അല്ല, എന്ത് പറ്റി സുപ്രീം സേബർ ഗോഡ്? അപ്പം അവനൊന്നും തന്നെ മിണ്ടിയില്ല. ദേഷ്യം വന്നുകൊണ്ട് അവൻ പറയും ചെയ്തു, ഡീമൺ ഗോഡ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എല്ലാരും സൂക്ഷിച്ച് കുറച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ വിൻ വൈറ്റ് ടൈഗറിന്റെ ബോഡി അതിൻ്റെ അന്ന് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അവരെല്ലാരും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഷാങ്വേ എല്ലാരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവൾ പറയും ചെയ്യും, കുറച്ചുകൂടെ ഉള്ളു, എല്ലാരും ഒരുമിച്ച് പിടി, അത് ഞങ്ങൾക്കറിയാം, നീ വിളിച്ചു വലിയെന്ന് പറഞ്ഞ് നമ്മുടെ ഹിയോപ്പ് അങ്ങോട്ടെ അവളെ കളിയാക്കുന്നതുകൊണ്ട്. ഈ സമയത്ത് താഴെ അവർ പറയും ചെയ്യും, നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും കുറച്ചുകൂടെ ബാക്കിയുള്ളു. ഇയോൺ, നീ ഇപ്പോഴാണ് ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ മോറൽ പൊസസ് ചെയ്തത്. ഹേ, ഇതൊന്നും അവർക്ക് വേണ്ടിയല്ല, റാദർ ഇത് കോമ്പാക്റ്റ് ഡിവൈന് വേണ്ടിയാണ്. ആ സമയത്ത് അതേ ഒന്ന് ചിരിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ മോറൽ അനുസരിച്ചാണ് ജീവിച്ചത്, അതും ഈ ഒരു മൗണ്ടൻ സ്ഥലത്ത്. എനിക്ക് അവൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ സുപ്രീം സേബർ ഗോൾഡിന്റെ ആൾക്കാർ നിന്നുകൊണ്ട് ഡേർട്ടിയാക്കാൻ എനിക്കൊട്ടും താല്പര്യവുമില്ല. പിന്നെയാണ് നമ്മുടെ കോമ്പാക്റ്റ് ഡിവൈനായുള്ള ആ കീയുടെ ആ ഒരു കല്ലറ കാണാൻ സാധിക്കുന്നത്. നീ ഒരു യഥാർത്ഥ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. നിന്റെ അവസാന നിമിഷം നീ എന്നെയും സുപ്രീം സേബർ ഗോൾഡിനെയും എല്ലാവരെയും സർപ്പാസ് ചെയ്തു. ആ ഒരു അവസാന നിമിഷം നിനക്ക് ഒരു എസൻസ് സ്കോർ ഇല്ലായിരുന്നു, നാനോ മെഷീനില്ലായിരുന്നു. നീ വെറും ഒരു മനുഷ്യനായിരുന്നു. മാർഷൽ ആർട്ടിന്റെ പിനക്കലിലേക്ക് ചെന്ന ഒരേ ഒരു മനുഷ്യൻ നീയാണ്. ഈ ഇറയിൽ ജീവിച്ചിരുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ള മാർഷൽ ആർട്ടിസ്റ്റ്. പിന്നെയാണ് കോമ്പാക്റ്റ് ഡിവൈനെ നമ്മൾ കാണുന്നത്.
അല്ല, ആ സുപ്രീം സെബർഗോണിനെ ബാക്കിയുള്ള സെറ്റിന്റെ കാര്യം നീ ഇപ്പൊ നോക്കാൻ പോകുവാണോ? അതല്ല, അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. അതെയോ? അതെന്താണ്? താങ്കൾ എൻകോഡ് ചെയ്ത ആ ഒരു ടെക്സ്റ്റില്ലേ, അതിന്റെ കോപ്പി അത് എത്രയും പെട്ടെന്നൊന്ന് പരിശോധിക്കണം. ആ, എനിക്കുറപ്പാണ് അതിന്റെ ഒറിജിനൽ എഴുതിയിട്ടുള്ളത് ഉറപ്പായിട്ടും സുപ്രീം സേബർ ഗോഡായിരിക്കും. അതിലുപരി അവൻ എങ്ങനെയാണ് ഈ ഭാവിനെ മാറ്റാൻ പോകുന്നതെന്നുള്ള രീതി പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. അതിലുപരി അവൻ എന്തായാലും ഇപ്പൊ വൂണ്ടറാണ്, ഓടി ഒളിച്ചിട്ടുമുണ്ട്. പക്ഷെ അവൻ മരിക്കത്തില്ല, അതുറപ്പാണ്. അവനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവന്റെ ഗോൾ എന്താണെന്ന് ഞാൻ അറിയണം. എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, പോകുന്ന വഴി തന്നെയാണ്. അതെ, എന്തായാലും ഇവിടെ കുറച്ച് ബോഡീസും കൊണ്ടുണ്ടല്ലോ, ഇതെല്ലാം കത്തിച്ചു കഴിയാൻ നേരത്ത് എനിക്ക് തോന്നുന്നു നാളെ തന്നെ. പെട്ടെന്ന് ഒരു ബഹളം കേട്ട് അവൻ നേരെ തിരിഞ്ഞു നോക്കി. അതാ വിൻ വൈറ്റ് ടൈഗറിന്റെ അവിടെ നിന്നാണ്. ആ സമയത്താണ് നമ്മുടെ സിക്സ് എൽഡർ നേരെ ബാക്കിലേക്ക് തെറിച്ച് വരുന്നത് കണ്ടത്. അവൻ ചെറുതായിട്ട് വൂണ്ടഡ് ആയിരുന്നു. അവന്റെ മുമ്പിൽ പെട്ടെന്ന് ഒരാൾ വന്ന് ഒരു ചാടി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ സമയത്ത് ഹിയോബോങ് അതൊന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ നീ എന്താണ് ചെയ്യുന്നത് ഷോങ്വാ? അല്ല, ഇവൾ എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആയി മാറിയത്? എന്റെ സ്ട്രെങ്തും എന്റെ ഇന്റർണൽ എനർജിയും അവളെക്കാട്ട് സുപ്പീരിയർ ആണ്. പക്ഷേ ക്യൂയുടെ കാര്യത്തിൽ അതെങ്ങനെയാണ് ഇവൾ? ഈ സമയത്ത് അവളുടെ കണ്ണ് രക്ത കളറിൽ തിളങ്ങുകയായിരുന്നു. അല്ല, ഈ ഒരു ഒമ്നൂസുള്ള എനർജി പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ആ ഒരു എനർജി അവൾ കൊണ്ടുവരികയും അടുത്ത സെക്കൻഡ് ആ ഒരു സോഡ് അവളുടെ കയ്യിൽ വന്ന് ഇരിക്കുകയും ചെയ്തു. നീ അത് യൂസ് ചെയ്യാൻ പോകുവാണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് ക്ഷമിക്കൂ സിക്സ് എൽഡർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആദ്യം ഹിയോബോങ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവളുടെ അറ്റാക്കിനെ കൈകൊണ്ട് അവൻ തടഞ്ഞു. അവളുടെ ക്യൂഐ ശരിക്കും പവർഫുൾ ആണ്. ഞാൻ എൻ്റെ എൻഹാൻസ് എനർജി യൂസ് ചെയ്താണ് എൻ്റെ കൈനെ കംപ്ലീറ്റ്ലി റാപ്പ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആ ഒരു വേദന എനിക്ക്. ആ സമയത്ത് അവൾ ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ല. കണ്ടിട്ട് ഇവൾ ഇത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരും തോന്നില്ല. എനിക്കെന്തായാലും മറ്റു മാർഗവുമില്ല, ഞാനിനി അടങ്ങിയിരിക്കത്തില്ലെന്നും പറഞ്ഞ് ഹിയോബോങ് അവന്റെ ഫ്ലെയിംസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നാനോ മെഷീന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഗൈസ്, ഇനി അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും നാനോ മെഷീന്റെ നെക്സ്റ്റ് എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത്. ഗൈസ്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിൽ നാനോ മെഷീനും വൺ പീസും ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. വൺ പീസ് ഇല്ലാത്ത ദിവസങ്ങളിൽ നാനോ മെഷീനും മിസ്റ്റ് മൈറ്റ് മഹയും അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇനി എന്തായാലും നാനോ മെഷീന്റെ വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച കാണാം.